ഞങ്ങൾക്കൊപ്പം ചേരുന്നത് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരാണ്. SKN, ഇത് നമ്മളുടെ മാധ്യമപ്രവർത്തക ജോലി ചെയ്യുകയായിരുന്നു, തത്സമയം ഒരു പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ആ മാധ്യമപ്രവർത്തകയ്ക്കെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിനടക്കം കേസെടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊന്നും മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താനോ വരുതിക്ക് നിർത്താനോ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഉറക്കെ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതല്ലേ? അനുജ, ഇത് യഥാർത്ഥത്തിൽ ഈ കേരള പോലീസിൽ തന്നെ ഒരു സംഘം ആളുകളുണ്ട് ഈ മന്ത്രിസഭയെ കരിവാരിത്തേക്കാൻ എനിക്ക് സംശയമുണ്ട്. കാരണം എത്ര അപഹാസ്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരു കവചിതമായ ഒരു ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് അവർ കൊല ചെയ്യപ്പെടും എന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ പോലീസ് സേന എന്നുള്ള ഖ്യാതി കേരള പോലീസിനാണ്. യഥാർത്ഥത്തിൽ എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്കുള്ളത്. ആ സേനയുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ ഏതോ 2-3 ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ട. നമ്മളിതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിന് പോകുന്നത്. VD സതീശൻ പറഞ്ഞ പോലല്ല, ഞങ്ങൾ രാഷ്ട്രീയത്തിലൊന്നുമുള്ളവരല്ല. ഞങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരികയും അവിടെ കിടക്കും. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ. അതായത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും. അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. മാത്രമല്ല, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും. ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും, കോടതി ലഭിക്കും. ഈ പോലീസ് സേനയല്ലേ പെരുമ്പാവൂരിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞോ? ഒരു യഥാർത്ഥത്തിൽ ഈ 308 അവരിട്ടപ്പോൾ, IPC 308 ഇട്ടപ്പോൾ ഇത് വധശ്രമത്തിനുള്ള വകുപ്പ് ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് മറുപടി ഉണ്ടായോ? 120B ഇട്ടിരിക്കുകയാണ് ഒരു വനിതാ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ. സ്വതന്ത്രമായി തൻ്റെ ജോലിയെടുക്കാൻ വേണ്ടി ജോലി സ്ഥലത്ത് ഈ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പട്ടാപ്പകൽ ജനങ്ങൾ മുഴുവൻ കാണുകയും അത് തത്സമയം 24 വഴി സംപ്രേഷണം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കാണുകയും ചെയ്ത ഒരു കാര്യത്തിൽ വധശ്രമത്തിൻ്റെ ഗൂഢാലോചനയിൽ ഈ വിനീത വിജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഒരു തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് നേരെയാണ് അയാൾ വാളെടുത്തിരിക്കുന്നത്. അയാളോട് പൊറുക്കാനും ക്ഷമിക്കാനും നിങ്ങൾ കഴിയില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ കോടതിയുണ്ട്, കോടതിയിൽ ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ഈ മന്ത്രിമാരോടും ബസ്സിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കേരള പോലീസിലെ ആളുകൾ ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. എന്തായാലും ഞങ്ങൾ പേന ഉന്തുന്നവരാണെങ്കിൽ, മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചവരാണെങ്കിൽ അവസാനം വരെ അടരാടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊരു ചീഫ് എഡിറ്ററുടെ വാക്കുകളായിട്ട് കാണണ്ട. കഴിഞ്ഞ 30 കൊല്ലത്തിലധികമായി, ഏകദേശം 40 കൊല്ലത്തോളമായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളിൻ്റെ വാക്കുകളായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇത് ആദ്യ തവണയല്ല, ഇത് 2ാം തവണയാണ്. ആദ്യ തവണ നമ്മൾ പൊട്ടന്ന് വെച്ചു. 2ാം തവണ വിനീത എന്നൊരു സാധു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ പത്രപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടോ? ഇതെന്തോ വെള്ളരിക്ക പട്ടണോ? ഇത് നാടൊട്ടുക്ക് നവകേരള സദസ്സ് കൊണ്ടു കിടക്കുന്നു വെച്ച് എല്ലാ പത്രപ്രവർത്തകരും വീട്ടിൽ കയറി കഥടച്ചിരിക്കണോ? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല, ഇത്തരം പോലീസ് സേന, കേരളത്തിലെ പുഴുക്കുത്തേൽക്കുന്ന ഇത്തരം പോലീസ് സേനയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മാത്രമല്ല, ഈ 120B ഇട്ട് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വളരെ അപഹസിക്കാനും അപലപിക്കാനും അവരുടെ മുഖത്ത് കരിവാരിത്തേക്കാനും ശ്രമിച്ച ഈ പോലീസ് ഓഫീസർ ആരായാലും അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാത്രമല്ല, ഞങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. കാരണം ഞങ്ങൾ കോടതിക്ക് പോയിക്കോളാം. ഞങ്ങൾക്ക് പോലീസ് സേനയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല. ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ശ്രീകാന്ത് പറയുകയായിരുന്നു, ഇതേ കുറുപ്പമ്പടി CI തന്നെയാണ് കോടതിക്ക് മുന്നിൽ ചെന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയത്. ഈ വകുപ്പുകളൊന്നും പ്രതികൾക്കെതിരെ നിലനിൽക്കില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വിമർശനം ഏറ്റുവാങ്ങിയ അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് തത്സമയം മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വകുപ്പ് ചുമത്തിയത്. തൊപ്പിവെക്കാൻ അയാൾക്ക് അർഹതയുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ 1 കോടതിയുടെ മുന്നിൽ പോയി മുഴുവൻ അവഹേളനങ്ങളും ഏറ്റുവാങ്ങി മടങ്ങി വന്ന അതേ ഓഫീസർക്ക് നേരം വെളുത്തപ്പോൾ വേറൊരു ബുദ്ധി ഉദിച്ചു. വിനിത വിജി ഇതിൽ പ്രതിയാണെന്നുള്ളത്. ഇതെന്താണ് ഈ കാണുന്നത്? ഇത്രയും മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെയൊക്കെ പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരും. കാരണം റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരാളെ കൊല ചെയ്യാമെന്ന് കണ്ടുപിടിക്കുന്ന ആദ്യത്തെ ഓഫീസറായി ഇദ്ദേഹം മാറുകയാണ്. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധം, അതായത് ഇത്തരം ഹീനമായ നടപടികൾ സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ചില ആളുകൾ കൊണ്ടു നടക്കുന്നത് ആഭ്യന്തര വകുപ്പ് നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാനോളം പറഞ്ഞു നടക്കുന്ന നിങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ കൂട്ടാളികളും ഈ കാര്യം ഗൗരവത്തിൽ അന്വേഷിച്ച് ഞങ്ങളോട് പറയണം എന്താ സംഭവിച്ചതെന്ന്. കാരണം ഒരാൾക്ക് തൊഴിലെടുക്കാനും ഞങ്ങളുടെ സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് പറയാൻ പോലും പോലീസ് ഓഫീസർക്ക് അവകാശമില്ലെന്ന് ഈ പോലീസ് ഓഫീസർ അറിയാതെ പോകുന്നുണ്ടോ? ഈ പോലീസ് ഓഫീസർ എന്താ വിചാരിക്കുന്നത്? ഞങ്ങളെ വരട്ടി വീട്ടിൽ കയറ്റാൻ പറ്റുമെന്നു?
നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ശമ്പളം തരുന്നുവെങ്കിൽ അത് നീതിയും ന്യായമനുസരിച്ച് ജോലി ചെയ്യാനാണ്, അല്ലാതെ വിനീതയെ പോലെ ഈ നാട്ടിൽ ജോലിയെടുക്കുന്ന പത്രപ്രവർത്തകരുടെ മേൽ കുതിര കയറാനല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഞാൻ ഇവിടെ കൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. അവിടെ പറയണം, നിങ്ങൾ ഷൂ എറിഞ്ഞ KSU പ്രവർത്തകരുടെയും കോൺഗ്രസ്സുകാരുടെയും കൂടെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അവിടെ പറയൂ. നിങ്ങൾ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് എന്ത് ശാസ്ത്രമനുസരിച്ചാണ് ഒരു ഷൂ എറിഞ്ഞാൽ ആൾക്കാരെ കൊലപ്പെടുത്താം? ആ ഗൂഢാലോചനയിൽ ഇവിടെ ഒരു മാധ്യമപ്രവർത്തക ഉൾപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ ആഭ്യന്തര വകുപ്പ് പലപ്പോഴും എന്നടുത്ത് നേരത്തെയും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾ പറഞ്ഞിരുന്നു, എൻ്റെ പേരിലൊരു കേസെടുത്തപ്പോൾ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. നിങ്ങൾ അറിയണം സാർ, നിങ്ങൾ അറിയണം, ഇതൊക്കെ നിങ്ങൾ അറിയണം സാർ. അല്ലെങ്കിൽ ഇതേപോലുള്ള നെറികെട്ട പോലീസ് ഓഫീസർമാർ ഈ നാടിൻ്റെ ചരിത്രം മാറ്റി എഴുതും. നിങ്ങൾ അറിയണം, അറിഞ്ഞേ പറ്റൂ. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് പ്രതികരിച്ചത്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല, ഇതിനെതിരെ പോരാടും, വേണ്ടി വന്നാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു തരത്തിലും കേട്ടുകേൾവിയില്ലാത്ത വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തക വിനീത VG തത്സമയം ഒരു പ്രതിഷേധത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനിപ്പോൾ വധശ്രമത്തിന് പ്രതിയായി 5ാം പ്രതിയായി കേസ് ചുമത്തപ്പെട്ട് നടപടിയിലേക്ക് കടക്കേണ്ടുന്ന ദൗർഭാഗ്യകരമായൊരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.